മിക്ക പുരുഷന്മാരും മുടി സ്റ്റൈലായിരിക്കാൻ വേണ്ടി പലതും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ പലതും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് പിന്നീട് മുടി കൊഴിച്ചിൽ, അകാല നര, താരൻ പോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് ഇവ പരിഹരിക്കാനായി എന്തെങ്കിലും ടിപ്സും കമൻറ്റ് വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങളും നമ്മളിൽ ഭൂരിഭാഗവും പേർക്ക് പറ്റാറുണ്ട്. എന്നാൽ നമ്മൾ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുടിയെ കൂടുതൽ മോശം അവസ്ഥയിൽ എത്തിക്കുകയാണ് എന്ന സത്യം നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സ്വന്തം മുടി ആരോഗ്യത്തോടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കുന്ന 7 ഹെയർ കെയർ മിസ്റ്റേക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഡെയിലി വാഷിംഗ് യുവർ ഹെയർ വിത്ത് ഷാംപൂ. കുളിക്കുമ്പോൾ ദിവസവും മുടിയിൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകുന്ന ശീലം ഒരുപാട് ആളുകൾക്കുണ്ട്. ഇത് നിങ്ങളുടെ മുടിയെയും സ്കാൽപ്പിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഇങ്ങനെ ദിവസവും ഷാംപൂ ഇടുമ്പോൾ സ്കാൽപ്പിലുള്ള നാച്ചുറൽസ് ഓയിൽ നഷ്ടമാവുന്നു. അതുകൊണ്ട് സ്കാൽപ്പ് ഡ്രൈ ആയി മുടിയുടെ ബലം കുറയുന്നു. പിന്നെ മുടി കൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ദിവസവും ഷാംപൂ ചെയ്യുന്ന ശീലം ഉപേക്ഷിക്കുക. ആഴ്ചയിൽ 1-2 തവണയിലും കൂടുതൽ മുടിയിൽ ഷാംപൂ ഇടരുത്. നിങ്ങളുടെ സ്കാൽപ്പിൽ നാച്ചുറൽ ഓയിൽസ് കൂടുതൽ ആണെങ്കിൽ മാത്രം ഇത് 3 തവണ ഒഴിവാക്കാം. പക്ഷേ ബാക്കി ദിവസം ഷാംപൂ ഒഴിവാക്കുക. നമ്പർ 2, വാഷിംഗ് യുവർ ഹെയർ വിത്ത് ഹോട്ട് വാട്ടർ. ഈ ചൂടുകാലത്ത് നിങ്ങൾ എന്തായാലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ സാധ്യതയില്ല. പക്ഷേ മഞ്ഞുകാലത്തും മഴക്കാലത്തുമൊക്കെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ മടിയുള്ളവർ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ മുടിയിലും ചൂടുവെള്ളം ഒഴിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയുടെ ബലം കുറയുകയും തലയിൽ ചൊറിച്ചിലുണ്ടാവുകയും ഒപ്പം താരൻ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് മേല് ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കുമ്പോഴും മുടിയിൽ തണുത്ത വെള്ളം മാത്രം ഒഴിക്കുക. അഗ്രസീവ്ലി റബ്ബിംഗ് വിത്ത് ടവൽ. ഇത് നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു കാര്യമാണ്. കുളി കഴിഞ്ഞ് വളരെ ശക്തിയായി മുടി തോർത്തുന്ന ശീലം മിക്കവർക്കുമുണ്ട്. പക്ഷേ ഇങ്ങനെ അമർത്തി അഗ്രസീവായി മുടി തോർത്തുന്നത് ഒരു കോമൺ ഹെയർ കെയർ മിസ്റ്റേക്കാണ്. കാരണം നനഞ്ഞ മുടി വളരെ സെൻസിറ്റീവാണ്. ഇങ്ങനെയുള്ള സമയം മുടിയിൽ ടവൽ കൊണ്ട് കൂടുതലായി വേഗത്തിൽ തോർത്തിയാൽ അതിനിടയിൽ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് സാവധാനം പതുക്കെ സമയമെടുത്ത് മുടി തോർത്തുക. റഫായ ടവൽ ഉപയോഗിക്കാതെ സോഫ്റ്റ് ടവൽസ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങളുടെ മുടിക്ക് ദോഷം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മുടി വേഗം ഉണങ്ങാനായി ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത്. ഇത് കഴിവതും ഒഴിവാക്കുക. കാരണം ഇതിൽ നിന്ന് വരുന്ന ചൂടുള്ള കാറ്റ് മുടിക്ക് നല്ലതല്ല. ഇനി ഇത് ഉപയോഗിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ കോൾഡ് ഹെയർ മോഡ് ഓണാക്കി യൂസ് ചെയ്യുക. നമ്പർ 4, നോട്ട് മസാജിങ് സ്കാൽപ്പ് വിത്ത് ഓയിൽ. നമ്മളെല്ലാവരും മുടിയുടെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ സ്കാൽപ്പിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. പക്ഷേ സ്കാൽപ്പ് ഹെൽത്തി അല്ലെങ്കിൽ പിന്നെ മുടിയെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചാലും അവസാനം തലയിൽ ഒറ്റ മുടി പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിലെത്തും. ഇതുണ്ടാവാതിരിക്കാൻ ആഴ്ചയിൽ 2-3 തവണ എണ്ണ തേച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യണം. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പിലെ രക്തോട്ടം കൂടുകയും അതുകൊണ്ട് പുതിയ മുടി പെട്ടെന്ന് വളരുകയും ആരോഗ്യത്തോടെ നിലനിൽക്കുകയും ചെയ്യും. നമ്പർ 5, യൂസിങ് ടു മച്ച് ഹെയർ പ്രോഡക്ട്സ്. മുടി നല്ല ഭംഗിയിൽ സ്റ്റൈൽ ചെയ്യാനായി ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ശീലമാണ് അടുത്ത കോമൺ ഹെയർ കെയർ മിസ്റ്റേക്ക്. ഹെയർ സ്പ്രേ, ഹെയർ ജെൽ, ഹെയർ വാക്സ് പോലുള്ള പ്രോഡക്ട്സ് ദിവസേന ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്കും സ്കാൽപ്പിനും ഒരുപോലെ ദോഷം ചെയ്യും. ഇതിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ്, സൾഫേറ്റ് എന്നിങ്ങനെയുള്ള ഹാംഫുൾ കെമിക്കൽസ് കൊണ്ട് നിങ്ങളുടെ മുടി ഡാമേജ് ആയേക്കാം. അതുകൊണ്ട് ഇത്തരം പ്രോഡക്ട്സ് ഒഴിവാക്കുക. കല്യാണം പോലെയുള്ള സ്പെഷ്യൽ ഇവൻറ്റ്സിന് മാത്രം ഇവ മുടി സ്റ്റൈൽ ചെയ്യാനായി ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും അത് രാത്രി ഉറങ്ങും മുമ്പ് റിമൂവ് ചെയ്ത് കളയാൻ മറക്കരുത്. പിന്നെ അതിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. നാച്ചുറലായ പ്രോഡക്ട്സ് ആണ് നിങ്ങളുടെ മുടിക്ക് ഏറ്റവും നല്ലത്. നമ്പർ 6, കൺസ്യൂം ടു മച്ച് ജങ്ക് ഫുഡ്. പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം നന്നാവുന്നതിനൊപ്പം തന്നെ മുടിയും നന്നായി വളരും. പക്ഷേ ഇതിന് പകരം നിങ്ങൾ സ്ഥിരമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പോഷകങ്ങൾ ഒന്നും തന്നെ കിട്ടില്ല എന്ന് മാത്രമല്ല അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും. അമിതമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും ക്ഷയിപ്പിക്കും. ഇങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം ആഹാരം ഒഴിവാക്കി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കുക. പിന്നെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി സ്ക്രീനിൽ കാണുന്ന ആഹാര പദാർത്ഥങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ചേർക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനും ബയോട്ടിനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കും. നമ്പർ 7, നോട്ട് ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അവസാനത്തെ കോമൺ ഹെയർ കെയർ മിസ്റ്റേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ശരീരം അനങ്ങിയുള്ള വ്യായാമം ചെയ്യാത്തതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വ്യായാമവും മുടിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ബന്ധം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും വ്യായാമം ചെയ്യാതിരുന്നാൽ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയായി നടക്കില്ല. അപ്പോൾ മുടിക്ക് നല്ലപോലെ വളരാൻ വേണ്ട പോഷകങ്ങൾ ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി നല്ല ആഹാരത്തിനൊപ്പം തന്നെ ദിവസവും അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന 7 കോമൺ ഹെയർ കെയർ മിസ്റ്റേക്സ്.
ഈ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള ടിപ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുടി നല്ലതുപോലെ കെയർ ചെയ്ത് സംരക്ഷിക്കും.